പറഞ്ഞില്ലേ റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ഒപ്പം ആകർഷകമായ സമ്മാനം നേടാനുള്ള ഒരു അവസരം. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം. MLA അടക്കം ഉദ്ഘാടനം ചെയ്ത LDFന്റെ സമരത്തിനെതിരെ രേഖകൾ നിരത്തി പ്രതിരോധം തീർത്ത കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് വെട്ടിക്കുറച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് LDF നടത്തിയ സമരങ്ങൾ പ്രഹസനമാണെന്ന് കോൺഗ്രസ് നേതാവ് അജിത് താന്നിക്കൽ തുറന്നടിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDF ഭരണസമിതി 38.9 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ട് 12.86 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്നും ഈ കുറവ് മറച്ചുവെച്ചുകൊണ്ടാണ് UDFനെ കുറ്റം പറഞ്ഞ് LDF സമരമുഖത്തെത്തിയിട്ടുള്ളതെന്നും അജിത് താന്നിക്കൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെ മുൻവശത്തും LDF ഫണ്ട് വീതം വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമര ജാഥയും സമര മുഖവും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫാക്ട്സ് എന്താണ് എന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ഗവൺമെൻറ്, അതായത് 25-26 ഫിനാൻഷ്യൽ ഇയർ ഉണ്ടായിരുന്നത് ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 28% ആണ് പദ്ധതി വിഹിതമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തിനും ത്രിതല പഞ്ചായത്തുകൾക്കായിട്ടുള്ള ഫണ്ടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് 28%. 26-27 പുതിയ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അത് 28.5%. ദാറ്റ് മീൻസ് 0.5%. ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 0.5% അധികമാണ് ഈ ബഡ്ജറ്റിലേക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ വരുന്ന ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്, ഒരു ഇടക്കാല ബഡ്ജറ്റ് ഉണ്ടായിരുന്നു 26-27 ഇടക്കാല ബഡ്ജറ്റിൽ 28.5 കൂടുതൽ തുക വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ വെച്ച് നോക്കുമ്പോൾ 1200 കോടിയോളം കുറവാണ് വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കിത് ബഡ്ജറ്റിലേക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ ഫണ്ട് വിനിയോഗിക്കാനായിട്ട് എങ്ങനെയാണ് വരണതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്കൊരു പഞ്ചായത്തിലേക്ക് വരുന്നത് 3 തരത്തിൽ, മെയിനായിട്ട് 3 ഫണ്ടുകളാണ് വരുന്നത്. ഒന്ന് ഓൺ ഫണ്ട് വരും, 2 ഗവൺമെന്റ് ഗ്രാൻസ് വരും, അത് സെൻട്രലിൻ്റെ ഉണ്ടാവും, അതുപോലെ സ്റ്റേറ്റിൻ്റെ ഉണ്ടാവും, അതുപോലെ പബ്ലിക് ആയിട്ടുള്ള CSR ഫണ്ടുകൾ വരും. ഇതാണ് ഒരു പഞ്ചായത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഗവൺമെന്റ് ഗ്രാൻസ് എന്ന് പറയുന്നതിൽ സെൻട്രൽ ഗവൺമെന്റ് തരുന്ന ഗ്രാൻസിൽ നമ്മൾക്ക് വരുന്നത് ഒന്ന് CFSE ഫണ്ട്, അതുപോലെ CSS ഫണ്ട്, പിന്നെ നാഷണൽ മിഷൻ അലോക്കേഷൻ. ഈ CFSE ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ സാനിറ്റേഷൻ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനായിട്ട്. മറ്റേത് CSS ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PMI സ്കീം, നമ്മുടെ ലൈഫ് പോലത്തെ പ്രധാനമന്ത്രിയുടെ ലൈഫ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 2 ഫണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കാര്യങ്ങളും നമ്മൾ ചെയ്തത്, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യലിൽ ചെയ്ത കാര്യങ്ങളിലെ കറക്റ്റായിട്ടുള്ള രേഖകൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിത് ഈ ഫണ്ടുകളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഈ ഫണ്ടിൽ കാര്യമായിട്ടുള്ള ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ട്. അതിന് ഡ്യൂ ടു അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ കണക്കുകൾ യഥാവിധം കണക്കുകൾ അതിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫണ്ടിൽ അലോക്കേഷനിൽ കുറവ് വരും. അത് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിലെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് റൂറൽ ഏരിയയ്ക്കും ഒന്ന് അർബൻ ഏരിയയ്ക്കും ആയിട്ടാണ്. റൂറൽ ഏരിയയിലേക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ, അതായത് 25-26 കാലഘട്ടത്തിൽ റൂറൽ ഏരിയയിലേക്ക് ചെയ്തിരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 1301 കോടി രൂപയായിരുന്നു റൂറൽ ഏരിയയിലേക്ക് സപ്ലൈ തരാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അർബൻ ഏരിയയിലേക്ക് 450 കോടി. അതേസമയം 26-27 ഈ ഫിനാൻഷ്യൽ ഇയറിൽ അത് തന്നിരിക്കുന്നത് കഴിഞ്ഞാൽ റൂറൽ ഏരിയയിലേക്ക് 405 കോടിയും അർബൻ ഏരിയയിലേക്ക് 2331 കോടിയാണ് വരുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെ കേരളത്തിലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളാണ് എണ്ണം കൂടുതൽ. അതിൽ ഈ അലോക്കേറ്റ് ചെയ്ത ഫണ്ടിന്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇനി ഇത് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഇത് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അത് ഓൾറെഡി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായിട്ട്. ഇത് ആണ് ഒരു വാസ്തവമായിട്ടിരിക്കുന്ന ഒരു കാര്യം. ഇത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ കൺസൈൻ ചെയ്ത് നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 25-26 അലോക്കേറ്റ് ചെയ്ത ഫണ്ട് എന്ന് പറയുന്നത് 38.9 കോടിയായിരുന്നു ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എക്സ്പെൻഡിച്ചർ വന്ന് എത്രയാണെന്ന് അറിയോ? 12.86. 38.9 കോടി ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ട് പല പദ്ധതി 427 പദ്ധതികൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് 12.86 ആ കൂടി
കംപ്ലീറ്റഡ് ആയിരിക്കുന്നത്. അതായത് 33% ആണ് ഇത് വർക്ക് ഓഫ് കംപ്ലീഷൻ എന്നിരിക്കുന്നത്. ഓൾ കേരള ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ 54% ആണ് പഞ്ചായത്തുകളും ഇതിലും 54 മുതൽ 60 ഇടയിലുള്ളതാണ് ടോട്ടൽ ബഡ്ജറ്റ് വെച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളൂ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് പഞ്ചായത്തുകൾ മോർ ദാൻ 700ഓളം പഞ്ചായത്തുകൾ ഹോൾഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നിയർ ടു 700 പഞ്ചായത്തുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് LDF ആണ്. ഇപ്പോഴാണ് 630ഓളം പഞ്ചായത്തുകൾ UDF ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പഞ്ചായത്തുകളെല്ലാം തന്നെ ടോട്ടൽ ഓൾ കേരള എടുക്കുമ്പോൾ 50-നും 60-നും ഇടയിൽ പെർസെന്റേജ് ഓഫ് മെറ്റീരിയൽസ് ഫണ്ട് ആണ് നീക്കിയിട്ടുള്ളെങ്കിൽ ഇവിടെ ഇപ്പോൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് 33% ആണ് ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലത്താണ് സമരം പറയുന്നത് ഫണ്ട് വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ഫണ്ട് വെട്ടിക്കുറച്ചതിന്റെ ഒരു കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്, അല്ലെങ്കിൽ മീഡിയക്ക് മനസ്സിലാവാനായിട്ട്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പദ്ധതി നമ്മൾ ഉണ്ടാക്കി, ഒരു പ്രൊജക്ട് ഉണ്ടാക്കി. ഈ പ്രൊജക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊജക്ട് നടപ്പിലായില്ല, പ്രൊജക്ടിന് DPC അംഗീകരിക്കുന്ന പ്രൊജക്ട് നടപ്പിലായില്ല എന്നുണ്ടെങ്കിൽ അത് സ്പിൽ ഓവറാണ്. അടുത്ത കൊല്ലത്തേക്ക് ആ പദ്ധതി വരും. ഈ അടുത്ത കൊല്ലത്തേക്ക് പദ്ധതി വരുമ്പോൾ നമുക്ക് ടോട്ടൽ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പദ്ധതി നടപ്പാക്കിയേ പറ്റൂ. അപ്പൊ വേറൊരു പുതിയ പദ്ധതി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ എന്ത് അർത്ഥമാണുള്ളത്? നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ യഥാവിധം വിനിയോഗിക്കാനും ആ വിനിയോഗിച്ച രീതിയിൽ, അതായത് 33% എന്ന് പറഞ്ഞാൽ 50% പോലും ആവാത്ത രീതിയിൽ ഒരു ഭരണസമിതി ഉണ്ടാവുകയും അതിനുശേഷം ആ ഫണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞതിലുള്ള ഒരു വിരോധാഭാസം നമ്മൾ കാണുകയാണ്. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓരോ 471 പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ. കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്ടുകളുടെ എണ്ണം എത്രയാണ്? 33% എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. പാർഷ്യലി കംപ്ലീറ്റഡ് ആയിട്ടും ഇത് 470 വേണമെങ്കിൽ ഫിഗർ വൈസ് ആണെങ്കിൽ 350 പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. പക്ഷെ 350 പദ്ധതികൾ പാർഷ്യലി കംപ്ലീറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോഴും അതിൽ സ്പിൽ ഓവർ ആയിട്ടാണ് ആ സാധനം വരിക. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു സമരം വരുന്നത്. അതിന്റെ ഒരു വിരോധാഭാസം തുറന്നു കാട്ടാന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയാൻ വെച്ചത്. പകുതി ഫണ്ട് പോലും വിനിയോഗിക്കാത്ത LDF ഭരണസമിതിയുടെ സമരം വിരോധാഭാസമാണെന്നും ഭരണത്തിലിരിക്കുമ്പോൾ ഫണ്ട് വിനിയോഗിക്കാത്തവർ ഇപ്പോൾ സമരരംഗത്ത് വരുന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അജിത് താന്നിക്കൽ കുറ്റപ്പെടുത്തി. വരാവുന്ന കാര്യങ്ങൾ നമ്മൾ പല സ്ഥലങ്ങൾ വാങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡുകളുടെ നവീകരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിരിക്കും. അത് ഓരോ പ്രൊജക്ട് വൈസ് 427 പ്രൊജക്റ്റിൽ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം, റിപ്പോർട്ടിൽ പഠിക്കാൻ വേണം. പക്ഷെ അത് നമുക്കിതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ഒരു വിഷമമാണ്. നമുക്ക് ഫണ്ട് കൂടുതൽ വേണം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഫണ്ട് കൂടുതൽ കിട്ടുക തന്നെയാണ് വേണ്ട. അതിൽ ഒരു തർക്കവും ഇല്ല. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ അത് എത്രത്തോളം നമ്മൾ കിട്ടിയ ഫണ്ട് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഒരാൾ ഫണ്ട് തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ അവതാരമൊന്നുമല്ല. എങ്കിൽ കൂടി അവിടെ നിന്ന് ഫണ്ട് കിട്ടാനുള്ള കാര്യങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് എന്നാണെങ്കിൽ ഫണ്ട് കിട്ടാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ചെയ്യാതെ അത് ചെയ്താലാണ് ആ ഫണ്ട് വരുള്ളൂ. ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ പോരാത്തതുകൊണ്ടുണ്ടാകുന്ന അലോക്കേഷനിൽ വ്യത്യാസം വന്നു. പ്ലസ് റൂറലും അർബനും തമ്മിലുള്ള ഡിഫറൻസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇത് രണ്ടും ഉള്ള കാര്യമാണ്. അത് മാത്രമാണ് കാര്യം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ചിറ്റമ നയം ഉണ്ടാകുമായിരിക്കുന്നുണ്ട്. പക്ഷെ ഈവൺ ഇഫ് നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് അത് പറയുന്നതെങ്കിൽ നമുക്ക് ഒരു ആർജവത്തോടുകൂടി പറയാൻ പറ്റും. ഇതത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണല്ലോ അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് സമരവും കാണുമ്പോൾ അതിലൊരു ഡ്യുവൽ വ്യക്തിത്വം ഉണ്ടെന്നുള്ള തോന്നൽ വരികയാണ്. വെറുതെ സമരം ചെയ്യുക, ഞങ്ങൾ ഏതാണ്ട് ചെയ്തു എന്ന് പറയാനുള്ള പോലെ ആയിട്ടാണ് നമുക്കത് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ തുറന്നു കാട്ടാനായിട്ട് എനിക്ക് പറയേണ്ടതായിട്ട് വന്നത്. റോയൽ ജാക്ക്പോട്ട് സെയിൽ തുടങ്ങി. ഇത്തവണത്തെ ഓണം നമുക്ക് റോയൽ നിന്നായാലോ? ഒപ്പം ആകർഷകമായ സമ്മാനം നേടാനുള്ള അവസരം. ഹോം അപ്ലയൻസസിൽ 2000 രൂപയിൽ മുകളിൽ വരുന്ന എല്ലാ പർച്ചേസിലും കൂപ്പണിലൂടെ നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാം. സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? ടാറ്റ ടിയോഗ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. തീർന്നിട്ടില്ല, ഒരു മലേഷ്യൻ ട്രിപ്പ് കൂടി ഉണ്ട്. ഗൃഹോപകരണങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ഓഫർ, മറ്റു പർച്ചേസിനും ഓഫർ ഉണ്ട്. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗ്രൈൻഡർ, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ. അപ്പൊ സമയം കളയേണ്ട, ഈ ഓഫർ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ. ഈ ഓണത്തിന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂ റോയലിനൊപ്പം.